ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാൻ. ഞാൻ ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം നിങ്ങളുടെ വീട്ടിൽ ആരുടെയോ വെഡിങ് ആനിവേഴ്സറി, അതായത് അച്ഛനോ അമ്മയുടെയോ അപ്പൂപ്പൻ്റെയോ അമ്മമ്മയുടെയോ ആരുടെയോ വെഡിങ് ആനിവേഴ്സറി നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഇന്നത്തെ ദിവസം. ഇനി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള മാരീഡ് സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ഒരു അപ്സെറ്റ്, വിഷമം തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരും നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെല്ലാം ഭയങ്കര ടോക്സിക്കായിട്ട് തോന്നാനായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതായിട്ട്, നിങ്ങളോട് ദേഷ്യപ്പെടുന്നതായിട്ട്, അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് മാരീഡ് സിറ്റുവേഷനിലുള്ള ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ ദുഃഖത്തിലായിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചു കാണും. അത് കാരണം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതായിട്ട്, അതായത് എന്തെങ്കിലും ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്ത് കാണും. അത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് അപ്സെറ്റായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കരമായിട്ട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള എനർജിയിലാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുക, ലോവർ വൈബ്രേഷനിലിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഹയർ വൈബ്രേഷനിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, നേച്ചറുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ സഹായിക്കും ഇത്. ഇല്ല എങ്കിൽ വെറും മണ്ണിൽ ചെരുപ്പിടാതെ നടക്കുക. അപ്പോൾ അതൊക്കെ നല്ലതാണ് നെഗറ്റിവിറ്റി ഇല്ലാതാക്കാൻ. ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടോ വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ നിങ്ങൾ പറയുന്നത് കേൾക്കാതെ ഓരോന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ നിങ്ങൾ അവരോട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എല്ലാവർക്കും നല്ലൊരു രാവിലെയാണ് ഉണ്ടാവുന്നത്. എനിക്ക് മാത്രം എന്താ എന്ന് ഇങ്ങനൊരു രാവിലെ കിട്ടുന്നത്. അതായത് എന്നും ദുഃഖത്തിലിരിക്കേണ്ട അവസ്ഥ, എന്നും വഴക്കിടേണ്ട അവസ്ഥ, വഴക്കിട്ട് ദുഃഖത്തിലിരിക്കേണ്ട അവസ്ഥയാണല്ലോ എൻ്റേത് എന്ന് നിങ്ങൾക്ക് തോന്നാനായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എവിടെയെങ്കിലും സെലിബ്രേഷൻ ചെയ്യാൻ പോകണം. പക്ഷേ നിങ്ങൾ എങ്ങനെ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തു വരും എന്നുള്ള തോന്നലിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടെ മെൻ്റൽ കോൺഫ്ലിക്റ്റിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആ ഒരു സെലിബ്രേഷന് പോകണം, പക്ഷേ നിങ്ങളുടെ മനസ്സ് ഒട്ടും തന്നെ ഹാപ്പി അല്ല ആ ഒരു സെലിബ്രേഷന് പോകാൻ. ചിലപ്പോൾ അത് നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ ആയിരിക്കാം, അല്ല എങ്കിൽ മറ്റൊരാളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രേഷൻ നിങ്ങൾ പോകുന്നതായിരിക്കാം. പക്ഷെ അവിടെ പോകാൻ നിങ്ങളുടെ മനസ്സ് ഒട്ടും തന്നെ ഹാപ്പി അല്ല. ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതലായിട്ടും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഏതെങ്കിലും പുതിയ രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് പുതിയ ഐഡിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് എങ്ങനെയെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഇന്ന്. കൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും റെക്കഗ്നേഷൻ, പ്രൈസ് അതൊക്കെ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് അവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ട്രാവൽ ചെയ്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. അപ്പോൾ സഡനായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും പ്ലേസിൽ വിസിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരോടോ സംസാരിക്കുന്നതായിട്ട്, എവിടെയോ ഒരു സ്ഥലത്ത് സഡനായിട്ട് നിങ്ങൾ പോവേണ്ടതായിട്ട് വരുന്നു. ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ എനർജി ഇന്നത്തെ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഇവരുടെ എനർജി നോക്കുമ്പോൾ ഹാഫ് ഡേ വളരെ മോശമായിട്ടും ഹാഫ് ഡേ വളരെ നല്ലതായിട്ടും പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഹാഫ് ഡേ വളരെ ഹേറ്റിക്കായിട്ടുള്ള സ്വഭാവമായിരിക്കും ഇവർക്ക്, പക്ഷേ ഹാഫ് ഡേ വളരെ നല്ല സ്വഭാവത്തിലായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ ഇന്നത്തെ ദിവസം മുഴുവനായിട്ടും ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ വീട്ടിൽ ആരെങ്കിലും വഴക്കിടുന്നെങ്കിൽ അവരുടെ ഇടയിലുള്ള ആ ഒരു വഴക്ക് മാറ്റാൻ ഇവർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിൽ സ്റ്റാഫ് വഴക്കിടുകയാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൂട്ടുകാർ വഴക്കിടുകയാണെങ്കിൽ അവിടെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ഇന്നത്തെ ദിവസം ഫുള്ള് ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ജോലി ഇവർക്കായിരിക്കും. കാരണം ഇവരുടെ മുമ്പിലായിരിക്കും ആൾക്കാർ വഴക്കിടുന്നത്. അങ്ങനെ ഒരു എനർജി കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ഒട്ടും തന്നെ ഹൈപ്പർ അല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ശ്രമം നടത്തുന്നതായിട്ട്, അതായത് ഇവരുടെ മുമ്പിൽ ആരൊക്കെയാണ് വഴക്കിടുന്നത് ആ ഒരു വഴക്ക് മാറ്റി എല്ലാം സോൾവ് ആക്കുന്ന ആ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുക. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സിനെ ആരെങ്കിലും മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് അമ്മ പറയാണ് മതി, ആ കുട്ടി കൊള്ളത്തില്ല, അവരെ വിട്ട് ഉപേക്ഷിക്കുക, ഡിവോഴ്സ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു റിലേഷൻ ഉണ്ട്, ആ റിലേഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അമ്മയെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുകയാണ് എങ്കിൽ ഇവർ ആ മാനിപ്പുലേറ്റിംഗ് കാരണം ഡിസപ്പോയിൻമെൻ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ ആരുടെയും ഉപദേശം കേൾക്കാൻ താല്പര്യപ്പെടത്തില്ല. അങ്ങനെ ആരെങ്കിലും ഇവർ ഉപദേശിക്കുന്നുണ്ട് എങ്കിൽ അവരിൽ നിന്ന് ഓടി മറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ ഇവർ ഏതും എനർജി ആയാലും ബാലൻസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ച് കഴിയുമ്പോൾ എല്ലാം നേരെയാകും ആ ഒരു എനർജി. പിന്നെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം നല്ലതായിട്ട് പോകത്തില്ല. കരിയർ വൈസും കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതോടെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.